എന്താണ് ഇവിടെ ഒരു മുഹമ്മദ് കിടക്കുന്നുണ്ട് എന്നല്ലാതെ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവർക്കൊക്കെ കണ്ണ് തുറക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എന്താണ് മദീനയിലുള്ളത്? ഒരു മുഹമ്മദ് കിടക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരാ പറയുന്നത്? മുസ്ലിമീങ്ങൾ അങ്ങനെ പറയുന്നത് കേൾക്കുന്നു. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, എൻ്റെ കൂടെ ഹജ്ജിന് വന്ന ഒരാളുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞത് കൃത്യമായി പറഞ്ഞാൽ നമ്മളെ ഷാവുൽ മാഷാണ്. ഇറങ്ങിപ്പോയപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് ഓർമ്മപ്പെടുത്തണം. എൻ്റെ കൂടെ ഹജ്ജിന് വന്നപ്പോൾ വളണ്ടിയറായ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അയാൾ മദീനയെത്തിയ പറഞ്ഞു, മദീനയിൽ എന്താ ഉള്ളത്? സർക്കാർ ഇവിടെ അയച്ചതുകൊണ്ട് നമ്മൾ വന്നു എന്നല്ലാതെ മദീനയിൽ എന്താ? ഇവിടെ ഒരു മുഹമ്മദ് കിടക്കുന്നുണ്ടെന്നല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അയാൾ പറഞ്ഞതല്ല, നമ്മൾ സ്ഥലത്തില്ല പഠിച്ചോനെ. എന്നോട് അതൊന്ന് ഊന്നി പറയണേന്ന് ഇന്നലെ ഷാവുൽ മാഷ് എന്നോട് പറയാം. അങ്ങനെ അതൊക്കെ ഒരു പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജാതി അദബ് നഷ്ടപ്പെടുന്ന അവസ്ഥയെ തുടർന്ന് നമ്മളെ കാക്കട്ടെ. പിന്നെ പറയേണ്ടത് തന്നെയില്ല, പിന്നെ കൂടുതൽ പറയേണ്ടതില്ല, പിന്നെ ഒന്നും പറയേണ്ടതില്ല. ലൈസൽ യതീമുൽ ലദീ ഖദ് മാത വാലിദുഹു ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബീന. അദബില്ലാത്തവൻ യതീമാണ്, പിന്നെ യതീമായി ചത്തുപോകും. മുസ്തഫ നബിയോട് ഒരു അക്കറബില്ലെങ്കിൽ എടാ പിന്നെ അവന് ജീവൻ ഉണ്ടാവില്ല, നശിച്ചു. ഹബീബ നബിയോട് ഒരാൾക്ക് സ്നേഹമില്ലെങ്കിൽ, ഹബീബ നബിയോട് ഒരാൾ അദബ് കാട്ടിയിട്ടില്ലെങ്കിൽ ചത്തു. ഹബീബ നബിയോട് ഒരാൾ പിണങ്ങിപ്പോയി, പിന്നെ അയാൾ യഹൂദിയായി, കുരുത്തക്കേട്. മുസ്തഫ നബിയോട് ഒരിക്കലൊരാളൊന്ന് പിണങ്ങിയതാ. ആരാണ് മുഹമ്മദ് എന്ന് വിചാരിച്ചു? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മത്തുള്ളാഹിന്റെ വകയല്ല. ഒരാൾ മുസ്തഫ നബിയോടൊന്ന് പിണങ്ങിപ്പോയി, ഒന്ന് പിണങ്ങി, ഇത്രയേ ഉള്ളൂ. പിന്നെ അയാൾക്ക് അല്ലാഹു അകൽച്ച കൊണ്ട് കൊടുത്തു, അകന്നയാൾ. പിന്നെ അയാൾ ഫതഹവ്വദ, യഹൂദിയായി. ഈ ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദിയായി, ഒന്ന് പിണങ്ങിയ ഒരു സഹസ്ര റസൂലുള്ളാഹിനോട് സംസാരം മധ്യ ഒന്ന് പിണങ്ങിയ ഒരാൾ, പിന്നെ ആൾ യഹൂദിയായി. ബോധം കിട്ടിയിട്ടുണ്ട്, സുഖമായിട്ടുണ്ട്. അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. ഒന്നുമില്ല, അതൊക്കെ ഖൈറായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ബോധക്കേടുണ്ടാവും. മുഅ്മിനീങ്ങൾ എത്രയോ ആളുകളുമായി നിസ്കരിക്കുമ്പോൾ മരിക്കും. ഹറമിലൊക്കെ സ്ഥിരമായി മരിക്കും. ഹറമിൽ റമളാനിലൊക്കെ ഒരുപാട് ആളുകൾ ഓത്ത് കേട്ട് മരിച്ചു. ഒരുപാട് ആൾ ഓത്തിട്ട് മരിച്ചു. 2 ഹറമിലും ഒരാൾ മരിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ഉണ്ടാവും, ഉറപ്പാണ്. അതിനൊക്കെ കൊതിച്ചോളൂ, അതൊക്കെ ഭാഗ്യമാണ്. ഇത് മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഇവിടുന്നൊക്കെ ഒരാൾ ജീവൻ പോയാൽ തന്നെ ആ മനുഷ്യന് അല്ലാഹു തആല ഫള് തരും. ഒക്കെ വലിയ നിസ്സാരപ്പെട്ട കാര്യം തന്നെ. ഇത് അദബുള്ള സദസ്സാണ്. ഇവിടെ നമ്മൾ നേതാവ് പറഞ്ഞില്ലേ, അത് പറഞ്ഞ വാക്കിന് കറക്റ്റ് ഉണ്ട്. ആ പറഞ്ഞത് മുഹമ്മദ് ശിഹാബാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലാതെ മുഹമ്മദ് നബിയാണെന്ന് മനസ്സിലാക്കണം. ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി, എൻ്റെ അഹ്ലി ബൈത്ത് കയറി വന്നാൽ ഞാനാണ് വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അഹ്ലി ബൈത്ത് ഒരു വാക്ക് പറഞ്ഞാൽ അത് ഞാനാണ് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി, അഹ്ലി ബൈത്തിൽ നിങ്ങൾ എന്നെ കാണണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ മുസ്തഫ നബിയോട് പിണങ്ങിയിട്ട് പിന്നീട് അകന്നു. ഫതഹവ്വദ, പിന്നെ അയാൾ യഹൂദിയായി. ഫലഖ ലഹിഖ ബി ഖറിയത്തിൽ യഹൂദ്, പിന്നെ അയാൾ യഹൂദി ഗ്രാമത്തിലേക്ക് ചേക്കേറി, അവിടെ പോയി. ഫലമ്മ കാന ഫീഹിം മാത, ആ ഗ്രാമത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കവേ അയാൾ ചത്തുപോയി. ചത്തപ്പോൾ അവർ ജനങ്ങൾ അയാളെ എന്ത് ചെയ്തു? യഹൂദിയായി, ഒരു പുതിയ യഹൂദി, ഇസ്ലാമിൽ നിന്ന് റസൂലുള്ളാഹിനെ പിണങ്ങി യഹൂദിയായി. അങ്ങനെ ഫഹഫറു ലഹു ഖബ്റൻ, അയാൾക്ക് വേണ്ടി അവരൊരു ഖബർ വെട്ടിണ്ടാക്കി യഹൂദികൾ. ഫദഫനൂഹു ഫീഹി, എന്നിട്ട് ആ ഖബറിൽ അയാളെ കുഴിച്ചിട്ടു. എന്നാലോ ഫഅജബൻ അജബാ ഫലമ്മാ കാനൽ ഗദൂ റഅൗഹു ഖദ് നബദതുൽ അർദു, പിറ്റേന്ന് നേരം വെളുത്ത് ചെന്ന് നോക്കുമ്പോൾ അയാൾ ഭൂമിക്ക് പുറത്താ. നബദതുൽ അർദു, ഭൂമി അയാളെ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഭൂമി അയാളെ തള്ളിയിട്ട് പുറത്തേക്ക് വിട്ടു. റസൂലുള്ളാഹിനോട് പിണങ്ങിയ ആളെ ഭൂമിക്ക് വേണ്ട, ഭൂമി സ്വീകരിച്ച് പുറത്തേക്ക് വലിച്ചിട്ടു. ഫഹഫറു ലഹു സാനിയ, രണ്ടാമത്തെ ഒരു ഖബറും വെട്ടി. ഫദഫനൂഹു ഫീഹി, എന്നിട്ട് രണ്ടാമത്തെ ഒരു ഖബറും വെട്ടിയിട്ട് മറവ് ചെയ്തു. ഫലമ്മാ കാനൽ ഗദൂ, പിറ്റേന്ന് നേരം വെളുത്തപ്പോഴോ ഖദ് റഅൗഹു നബദതുൽ അർദു, ഈ ഭൂമി പച്ചമണ്ണ് സ്വീകരിച്ചു. റസൂലുള്ളാഹിനോട് പിണങ്ങിയവനെ പച്ചമണ്ണ് സ്വീകരിച്ച്. ആരാ റസൂലുള്ളാഹിനെ വിചാരിച്ചു? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുറത്തേക്ക് വലിച്ചിട്ടു. പിറ്റേന്ന് നേരം വെളുത്തി നോക്കുമ്പോഴും നബദതുൽ അർദു, അയാൾ ഭൂമിക്ക് പുറത്താണ്. ഈ ഹദീസ് വാറോലെ വായിക്കല്ല റഹ്മത്തുള്ള, ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിതാബുൻ നിഫാഖിൽ കാണാം കൃത്യമായി. ഇനി ആർക്കും സംശയമുണ്ടെങ്കിൽ കിതാബുൻ നിഫാഖ് എടുത്ത് നോക്ക്. സ്വഹീഹ് മുസ്ലിം കിതാബുൻ നിഫാഖിൽ ഈ ഹദീസ് ഉണ്ട്. പുറത്തേക്ക് വലിച്ചിട്ടു. ഫഹഫറു ലഹു സാലിസ, അപ്പോൾ അവർ വീണ്ടും ഒരു ഖബർ വെട്ടി ഉണ്ടാക്കി. ഫദഫനൂഹു ഫീഹി, മൂന്നാമത്തെ വട്ടവും ഒരു ഖബറിൽ അവർ മറവ് ചെയ്തു. ഫലമ്മാ കാനൽ ഗദൂ റഅൗഹു ഖദ് നബദതുൽ അർദ്, ആ ഖബറുമായി അയാളെ പുറത്തേക്ക് വിട്ടു. ഭൂമിയുടെ പുറത്ത് കിടക്കുന്നുണ്ട് ഇയാൾ, ഭൂമിക്ക് അയാളെ വേണ്ട.
ആളുകൾ വലിച്ചു പിടിച്ചിട്ട് വലിച്ചെറിഞ്ഞു. ഫതറക്കൂഹും മംബൂദൻ, ജനങ്ങൾ വലിച്ചെറിഞ്ഞു ആ ചെടികൾക്കിടയിലേക്ക്, അറബ് നാട്ടിലെ മുള്ളിച്ചെടികൾക്കിടയിലേക്ക് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. കാരണം കുഴിച്ചിട്ടൊന്നും നിർവാഹമില്ല, എന്ത് ചെയ്യും അയാൾ? ഫതറക്കൂഹും മംബൂദൻ, ആളുകൾ അയാളെ കൊണ്ടുപോയിട്ട് വേലിച്ചെടികൾ, കള്ളിച്ചെടികളുണ്ട് അറബിലെ മരുഭൂമിയിൽ, കള്ളിച്ചെടികളിലേക്ക് ഇടയിലേക്ക് വലിച്ചങ്ങോട്ട് എറിഞ്ഞു അയാളെ. ആ മരുഭൂമിയിൽ ആരും എത്താത്ത സ്ഥലത്തെ കള്ളിച്ചെടികൾക്കിടയിലേക്ക് കൊണ്ടുപോയിട്ട് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. ആര്? യഹൂദികൾ. എന്റെ ഭൂമിക്ക് അയാളെ വേണ്ട, എന്റെ മുസ്തഫ നബിയോട് പിണങ്ങി. ഒരു വാക്ക് പറയുമ്പോൾ ശ്രദ്ധിച്ചോ, ഒരു വാക്ക് പറയുമ്പോൾ പേടിച്ചോ. സുള്ള സാധാരണ മനുഷ്യൻ ജീവിതത്തിൽ മിണ്ടിപ്പോകരുത്. പറഞ്ഞാ പേടിച്ചോ, പറഞ്ഞ ഈമാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. മിനിങ്ങളെ മെഹ്റാജിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം എണീറ്റിട്ട് പറഞ്ഞത്, ജാഅക്കും അഫ്ളൽ ഖൽഖില്ലാ. അമ്പിയാക്കൾ മുഴുവനും മെഹ്റാജിൽ നിസ്കരിച്ചിരിക്കുന്ന സദസ്സ് മുസ്തഫ നബിയാണ് ഇമാം. അപ്പോൾ ആ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാമായി ഹബീബാ നബി നിസ്കരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിസ്കാരം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹദാ അഫ്ളലു ഖൽഖില്ലാ. ഇതിനെ പോലെയും എന്റെ ബാപ്പാദമിനെ പോലെയും അല്ല. ഈ വന്ന ആരാണ് നിങ്ങൾ വിചാരിച്ചത്? അഫ്ളലു ഖൽഖില്ലാ, അഫ്ളലുൽ ബശർ എന്നല്ല പറഞ്ഞത്, അഫ്ളലു ഖൽഖില്ലാ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹാൻ ഇതാ ഈ നമുക്ക് ഇമാം എന്ന ആളാണെന്ന് പറഞ്ഞു. ആര്? ഈ റസൂലുള്ളാഹിന്റെ ബാപ്പയായ സയ്യിദുനാ ഇബ്രാഹിം. അതാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും പേടിച്ചു. സുൽത്താനോട് പറ്റാത്ത ഒരു വാക്ക് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഇരിക്കാൻ പോലും പാടില്ല, ആ സ്ഥലത്ത് ഇരുന്ന് പോകരുത്, ആ വയൽ കേട്ടു പോകരുത്, ആ പ്രസംഗം കേട്ടു പോകരുത്. ചില മൗലിദുകളെയും മറ്റുമൊക്കെ വിമർശിക്കുന്ന ചില കേസറ്റുകളുണ്ട്, അതിരുവിടുന്ന ചില നിരൂപണങ്ങൾ. അതിന് നിരൂപണം എന്നല്ല പറയുന്നത്, ജഹ്ൽ എന്നാണ് പറയുന്നത്. അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി കേൾക്കുന്നവർ സൂക്ഷിച്ചോ. അതൊന്നും നിന്റെ ബാപ്പാനെ ഒരാൾ കുറ്റം പറഞ്ഞാൽ നീ കേൾക്കുവോ? നിന്റെ ബാപ്പാനെ പറ്റി ഒരാൾ ആക്ഷേപം പറഞ്ഞാൽ നീ കേൾക്കുവോ? എങ്കിൽ ഹബീബ റസൂലുള്ളാഹിനെ ഒരാൾ ആക്ഷേപിച്ചൊരു വാക്ക് കാസറ്റ് പോലും കേൾക്കാൻ പാടില്ല. അങ്ങനെ എല്ലാം കൂടി കേൾക്കാൻ പാടില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു യഹ്യയിൽ പറയുന്നുണ്ട്, ഒരാൾ ഒരു ഇൽമ കേൾക്കണമെങ്കിൽ ചില ഷർത്തുകളുണ്ട്. ആ ഇൽമ പറഞ്ഞു കൊടുക്കുന്ന ആള് ഇൻകാന സാഹിബ ബിദ്അത്തിന്റെ ആളാണെങ്കിൽ ഫലാ തജ്ലിസ് ഇലൈഹി, അവിടെ പോയി ഇരിക്കാൻ പാടില്ല. കിതാബുൽ ഇൽമിൽ ഈ സംഭവം, കിതാബുൽ ഇൽമിൽ ഈ കാര്യം ഇമാം ഗസ്സാലി തങ്ങൾ യഹ്യയിൽ 1-ാം വാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മത്തുള്ളാഹിയുടെ വകയല്ല, അവിടെ എടുത്തു നോക്ക്. ഇൻകാന സാഹിബ ബിദ്അ ലാ യതകല്ലമു ഇല്ലാ ബികലാമി ശൈത്താൻ, ബിദ്അത്തുകാരൻ ശൈത്താന്റെ നാവിലൂടെ വർത്തമാനം പറയുള്ളൂ എന്ന് മഹാനായ ഇമാം ഗസ്സാലി, അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭയാണ് ഇമാം ഗസ്സാലി, അബൂ ഹാമിദുൽ ഗസ്സാലി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ യഹ്യയിൽ 1-ാം വാള്യത്തിൽ കിതാബുൽ ഇൽമിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാനിവിടെ പറയുന്നത്, ഇത് വളരെ സവിസ്തരം ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.